പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ബി.ജെ.പി. ഏറ്റുമുട്ടൽ കൊൽക്കത്ത വിമാനത്താവളത്തിലാണ് സംഘർഷമുണ്ടായത്. സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അഭിഷേക് ബാനർജി മടങ്ങിയെത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാൻ അയച്ചിരിക്കുകയാണ്. ബൽറാം, ദൃശ്യങ്ങളിൽ നിന്ന് അത് വലിയ സംഘർഷത്തിലേക്ക് മാറുന്നതിന്റെ എല്ലാ സൂചനകളുമുണ്ട്. എന്തായിരുന്നു ഈ വിമാനത്താവളത്തിന് പുറത്തിങ്ങനെ ബി.ജെ.പി. തൃണമൂൽ പ്രവർത്തകർ ഏറ്റുമുട്ടാനിടയാക്കിയ സാഹചര്യം? അസിത, ഇന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിമത നീക്കവുമായി ബന്ധപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച. അതിനുശേഷം അദ്ദേഹം കൊൽക്കത്ത വിമാനത്താവളത്തിൽ മടങ്ങിയെത്തുന്ന ഘട്ടത്തിൽ ബി.ജെ.പി. പ്രവർത്തകർ അവിടെ തടിച്ചുകൂടുകയായിരുന്നു. അതേസമയം ഇതറിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും അവിടേക്ക് എത്തി. ബി.ജെ.പി. പ്രവർത്തകർ ചീമുട്ടകളുമായി അഭിഷേക് ബാനർജിയെ എറിയാനാണ് കാത്തു നിൽക്കുന്നത് എന്ന് തൃണമൂൽ പ്രവർത്തകർ ആരോപിക്കുകയും തുടർന്ന് ഇരുവിഭാഗങ്ങളും തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുമായിരുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ട് ആണ് സംഘർഷം ശമിപ്പിച്ചത്. ഇതിനുശേഷം അഭിഷേക് ബാനർജിക്ക് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുകയും മറ്റൊരു ഗേറ്റിലൂടെ, എക്സിറ്റ് ഗേറ്റിലൂടെ വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിക്കുകയുമായിരുന്നു. നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. അതേസമയം വിമാനത്താവളത്തിലും പരിസരത്തും ശക്തമായ പോലീസ് വിന്യാസം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ തൃണമൂൽ നേതാക്കൾക്കെതിരെ വലിയ തോതിൽ ചീമുട്ടയേറ് ഉണ്ടായിരുന്നു. പ്രാദേശിക നേതാക്കൾക്ക് എതിരായ ഈ നടപടിക്കെതിരെ തൃണമൂൽ കോൺഗ്രസ് എം.പിയും മുതിർന്ന അഭിഭാഷകനുമായ കല്യാൺ ബാനർജി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അഭിഷേക് ബാനർജിക്കെതിരെയും അത്തരത്തിലൊരു നീക്കം ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് തങ്ങൾ എത്തിയത് എന്നാണ് തൃണമൂൽ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. വലിയ സംഘർഷമാണ് ഏറ്റുമുട്ടലിന് പിന്നാലെ അവിടെ ഉണ്ടായത്. തൃണമൂൽ ബി.ജെ.പി. പ്രവർത്തകർ തമ്മിൽ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.